ഹായ്. എന്താണ് ഇന്ന് ഇന്ത്യയിൽ വന്ദേ മാതരം പാടിയാലുള്ള കുഴപ്പം? ഇന്ന് നമ്മൾ വന്ദേ മാതരം എന്ന് കേൾക്കുമ്പോൾ കൂടിച്ചേർത്ത് പറയുന്നതാണ് അതൊരു RSS അല്ലെങ്കിൽ ഒരു BJP ചായ്വുള്ള ഗാനമാണെന്ന്. ശരിക്കും വന്ദേ മാതരം ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഗാനമാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വന്ദേ മാതരം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഓർമ്മകൾ തരുന്ന ഒരു ഗാനമാണ്. രാജ്യത്തിന് വേണ്ടി തന്റെ ജീവിതവും ജീവനും കളഞ്ഞ രാജ്യസ്നേഹികൾക്ക് ഊർജവും ക്ഷമയും പകർന്നു നൽകിയ ഒരു ഗാനമാണ് വന്ദേ മാതരം. അത് ഒരിക്കലും ഒരു പാർട്ടിയുടെയോ സംഘടനയുടെയോ മതത്തിന്റെയോ ഗാനമല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ വന്ദേ മാതരം എന്ന ഗാനം രചിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, അതിനൊക്കെ ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം, അതായത് 1925-ലാണ് RSS എന്ന സംഘടന രൂപീകരിക്കുന്നത്. ശേഷം 1980-ലാണ് BJP എന്ന പ്രസ്ഥാനം വരുന്നത്. ഇതിനൊക്കെ എത്രയോ മുൻപേ രചിക്കപ്പെട്ട ഒരു സോങ് ആണ് വന്ദേ മാതരം. അതുകൂടി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് യാതൊരു ജാതി മത ഭേദവുമില്ലാതെ എല്ലാവരും ഒരുപോലെ പാടി ആലപിച്ച ഒരു ഗാനമാണ് വന്ദേ മാതരം. ആ ഗാനമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ 2025-26 മാറ്റി നിർത്തപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. വന്ദേ മാതരം എന്ന സോങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹിന്ദു മതപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ. അതാണ് ഇന്ന് ഈ 2025-26 ഈ ഒരു ഗാനത്തെ ഇത്രത്തോളം മാറ്റി നിർത്തപ്പെടണം എന്ന് പറയാനുള്ള ഒരു കാരണം. ഒരു ഹിന്ദു പരാമർശമോ അല്ലെങ്കിൽ ഒരു വാക്കോ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗാനം പോലും ആലപിക്കാൻ ഇന്ന് ഇന്ത്യയിലുള്ള ഒരു വിഭാഗം ജനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യയുടെ ഏത് കോണിലും, നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള ഏത് കോണിൽ പോയാലും നമ്മൾ കേൾക്കുന്ന, 5 നേരവും കേൾക്കുന്ന ഒരു പ്രാർത്ഥനാ ശബ്ദമുണ്ട്. പക്ഷെ ഇന്ത്യയും ഇന്ത്യൻ ജനതയും ഒരിക്കലും ആ ശബ്ദത്തെ എതിർക്കില്ല. കാരണം ഒരു യഥാർത്ഥ ഇന്ത്യന് ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ എനിക്കൊരു ഒറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. എല്ലാവരും ചിന്തിക്കേണ്ട ചോദ്യവും അത് തന്നെയാണ്. ജാതിയോ മതമോ നോക്കാതെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന ഒരു ഒറ്റ ആശയത്തിന് വേണ്ടി തന്റെ ജീവനും ജീവിതവും ത്യജിച്ച ഒരു പൂർവികരുള്ള രാജ്യമാണ് ഇന്ത്യ. അവരുടെ ചോരയിലൂടെ ഒഴുകിയ ഗാനമാണിത്. അവരെ മുന്നോട്ട് നയിച്ച പ്രചോദനമാണ് ഈ ഗാനം. ആ ഗാനം നമ്മൾ പാടുന്നതിലൂടെ അവരെയാണ് ശരിക്കും നമ്മൾ ഓർക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗാനം ഒരു മതത്തിന്റെ പരാമർശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വാക്കിന്റെ പേരിലോ പാടാൻ വിസമ്മതിക്കുന്ന ഒരു സമൂഹം, അവർ ശരിക്കും ഇന്ത്യൻസ് ആണോ? അറിയില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. വന്ദേ മാതരം ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ.